വലിയ കാര്യമാണ്. അപ്പം ചെറിയ സിനിമകൾ വരുമ്പോൾ തിയേറ്ററിൻ്റെ ഷോസ് തരുന്നത് അതിപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ്. കാരണം അത് ഞങ്ങൾ സീരിയസ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെപ്പറ്റി ഇന്ന് രാത്രിയിൽ തന്നെ കൂലംകഷിതമായിട്ട് ഞങ്ങൾ ചിന്തിച്ച് വിജയ് ബാബുവിനോട് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എനിവേ 1,00,000 സബ്സ്ക്രൈബേഴ്സായി സിനി ഫയലിൽ. രണ്ട് രീതിയിൽ പറയാം, സിനി ഫയൽ എന്നും പറയാം, സിനി ഫീൽഡ് എന്നും പറയാം, എങ്ങനെ വേണമെങ്കിലുമൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ ഇവരുടെ ഒരു സന്തോഷ മൊമെന്റിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങളെല്ലാവരും. ഞാനിപ്പോൾ വന്നതുകൊണ്ട് ഇവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കോപ്പി അടിച്ച് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് പെട്ടെന്ന് തന്നെ വിളിച്ചത്. എന്തായാലും ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ ഒരു ഗസ്റ്റായിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഈ സിനിഫിലിൻ്റെ ഫാമിലിയിലെ ഒരു അംഗമാണ് ഞാൻ. എനിക്കൊന്നും ആദ്യത്തെ ലോട്ടിലുള്ള അംഗമാണ്. ഇതൊരു കുടുംബമാണ്. അതെ, സിനിമയെ ഇഷ്ടപ്പെടുന്ന, കുറച്ച് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരും സിനിമയിലുള്ളവരും സിനിമയിൽ വർഷങ്ങളായിട്ടുള്ളവരും എല്ലാം ചേർന്നുള്ളൊരു കൂട്ടായ്മ. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, നിരൂപണം ചെയ്യുക, അങ്ങനെ ഉണ്ടായ ഒരു കൂട്ടായ്മയാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ ഇതോടെ പറയാം, പിന്നെ മലയാള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളുള്ളത്. ഞാൻ പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ എങ്ങും കാണാത്ത രീതിയിലുള്ള സിനിമയോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ സിനിമയോട് ഉള്ളൊരു അഭിനിവേശമുള്ള ഒരു സ്ഥലമാണ് കേരളം. നിരൂപണം വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. വളരെ കൊച്ചൊരു സ്റ്റേറ്റ് ആണെങ്കിലും മലയാളത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ 5ാമത്തെ ഇൻഡസ്ട്രിയാണ്. ഒരു സമയത്ത് നമ്മൾ 4ആയിരുന്നു. ഇന്ന് കന്നഡ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യയിലെ തന്നെ 5ാമത്തെ ഇൻഡസ്ട്രിയാണ്. വളരെ കൊച്ചൊരു സ്റ്റേറ്റ് ആണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അതേ നമ്പർ ഓഫ് സിനിമകൾ കഴിഞ്ഞ വർഷം 225 സിനിമകൾ ഇറങ്ങിയ ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. ഇതൊരു ഭയങ്കര വലിയ നമ്പറാണ്. എനിക്ക് തോന്നുന്നു തമിഴിലും തെലുങ്കിലും കന്നഡയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും വലിയൊരു നമ്പറാണ്. നമ്മുടെ ഈ സ്റ്റേറ്റിൽ തിയേറ്ററിൻ്റെ അനുപാതം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ അനുപാതം നോക്കുകയാണെങ്കിൽ അത് വളരെ കൂടുതലാണ്. അത് സിനിമയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളായുള്ള സിനിമകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രയും കഴിവുള്ള അല്ലെങ്കിൽ അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് അത്രയും സിനിമകൾ ഇവിടെ ഉണ്ടാവുന്നത്. എന്തായാലും ഈ ഗ്രൂപ്പ് കൊണ്ട് ലിസ്റ്റിനും സന്ദീപും ഒക്കെ വലിയ വലിയ സിനിമകൾ എടുക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരാളാണ് ഞാൻ. ബിക്കോസ് ഞാൻ എടുക്കുന്നത് കണ്ടന്റ് സിനിമകളാണ്, കൂടുതലും കണ്ടന്റ് സിനിമ. അപ്പൊ അത് ചർച്ചകളിലൂടെ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജനങ്ങളിലേക്ക് എത്തേണ്ട സിനിമകളാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. ഇനി അങ്ങനെ എടുക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാലും ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുടെ മോഹൻ സ്റ്റെഫിയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആധികാരികമായിട്ട് കുഴപ്പമില്ലല്ലേ? സ്റ്റെഫിയൊക്കെ ഇവിടെ വിളിച്ചിട്ട് എത്തേണ്ട ആൾക്കാരാണ്. കഴിഞ്ഞ വർഷത്തെ 10 ഹിറ്റുകളിൽ ഒരു ഹിറ്റ് നൽകിയ ആളെയാണ് നിങ്ങൾ 2ാമത്തെ റോയിൽ കൊണ്ടിരിക്കുന്നത്. ഒരു കൈയിലൂടെ അതും ഒരു ലേഡി, അതും ഇൻഡസ്ട്രിയിലൂടെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വളർന്നു വന്ന് നമ്മളുടെ എല്ലാ അഭിമാനമായ സ്റ്റെഫിയെ എവിടെ കൊണ്ടുവന്നിരുന്നത് വളരെ മോശമാണ് കേട്ടോ. ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് ഇന്ന് ഞാനൊരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ്. സോറി, ഒന്നുകൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ സിനിമ, ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സിനിമ ഇറങ്ങി. അതിനെക്കുറിച്ച് പറയുന്നതല്ലെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് മോണിറ്റർ ചെയ്യുന്നൊരു കാര്യം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ആ ഒരു മെസ്സേജ് ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. ലിസ്റ്റിനും കൂടെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. സന്ദീപ് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാരവാഹിയാണ്, ചേംബറിലും ഉള്ളതാണ്. അപ്പം എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ്. അതായത് ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ഒരു ചാനലുണ്ട്. നമ്മളെല്ലാം മലയാള സിനിമയുടെ നല്ല ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് മലയാള സിനിമയിലേക്ക് വരികയും അത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ വളരെ ദോഷമായ രീതിയിൽ അത് ബാധിക്കും എന്നുള്ളത് ഞാൻ പല കാര്യങ്ങളും മുമ്പേ പറഞ്ഞിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും പറയും. കാരണം മുമ്പ് മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ പല അന്യഭാഷാ സിനിമകൾ വന്നിരുന്നു. നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ച കാലമുണ്ട്. അന്ന് വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമാണ്, നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ വിജയ്, അജിത്ത്, രജനി സാറ്, കമൽ സാറ്, അങ്ങനെ
കുറച്ച് ആൾക്കാരുടെ സിനിമകൾ വരുമ്പോൾ നമ്മൾ രണ്ടാഴ്ച അവിടെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. കോവിഡിന്റെ ഒരു 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 ഇഷ്യൂവിന് ശേഷം വന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോഷർ ആയവരാണ് നമ്മളെല്ലാവരും. ഒരു സാധാരണ ഹൗസ് ഹോൾഡ് പോലും ഇന്റർനാഷണൽ കൾച്ചറിൽ എക്സ്പോസ് ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പല സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല ലാംഗ്വേജ് സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് കാരണം OTTയുടെ ഒരു വരവിന് ശേഷം ഉണ്ടായ ഒരു ഫിനോമിന എന്താണെന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ, പാൻ സൗത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ബിഗ് ആർട്ടിസ്റ്റുകളുടെ സിനിമ OTTയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾ പ്രകാരം, മാൻഡേറ്ററി ആയിട്ടുള്ള റൂളാണ്, അവരുടെ സിനിമയുടെ അവകാശം വാങ്ങിക്കുമ്പോൾ മലയാളം ഡബിങ്ങും കൂടെ ചേർത്താണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഈ പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകളെല്ലാം മലയാളത്തിലേക്ക് മാൻഡേറ്ററി ആയി ഡബ് ചെയ്യപ്പെടുന്നുണ്ട്. അവരത് ഡബ് ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ എഫേർട്ട് അതിലേക്ക് എടുക്കുമ്പോൾ അവർക്കതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം അവരുടെ ഒരു ഓവറോൾ ബിസിനസ് പ്ലാനിൽ മലയാളം എന്ന് പറയുന്നത് ഉദിക്കുന്നില്ല. അതൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. പക്ഷെ എന്തായാലും ചെയ്തു വെച്ചല്ലോ എന്നാ പിന്നെ റിലീസ് ചെയ്തേക്കാം. പല നടന്മാർക്കും ഇവിടെ പേര് പോലും അറിയാത്ത നടന്മാരുണ്ട്. അപ്പൊ നമ്മൾ ആ സിനിമയെ ഇവിടെ കൊണ്ടുവന്ന് മലയാളത്തിന് ഒരു ഡംപിങ് യാർഡായിട്ട് മാറ്റരുത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാല് മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്റർ കിട്ടാണ്ടാവും. ഇവിടെ 225 സിനിമകൾ റിലീസ് ചെയ്ത മലയാളത്തില് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇനിയും തിയേറ്റർ കിട്ടിയുള്ളൂ. കാരണം എല്ലാ പാൻ ഇന്ത്യൻ ബാൻസിലും അല്ലെങ്കിൽ തെലുങ്കിൽ 30 കമേഴ്ഷ്യൽ നടന്മാരുണ്ട്, തമിഴിലും ഉണ്ട് 25-26ഓളം പേര്, കന്നഡത്തിലും ഉണ്ട്. ഇവരുടെ എല്ലാ സിനിമകള് നമ്മൾ ഇവിടെ റിലീസ് ചെയ്യാൻ തുടങ്ങിയാൽ മലയാള സിനിമയുടെ അവസ്ഥ എന്താ? മലയാള സിനിമയുടെ അവസ്ഥ വളരെ പരിതാപകരമാവും. രണ്ട് സിനിമ, അതായത് മലയാള സിനിമാ ചരിത്രത്തില് മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഒരു മലയാളം പടം റിലീസ് ചെയ്തത്. 5 സിനിമകൾ വന്നുകൊണ്ടിരുന്ന സമയമാണത്. 5 സിനിമയ്ക്ക് സ്പേസ് ഉണ്ട്. ആ 5 സിനിമ വരുന്ന സമയത്ത് ഒരു മലയാള സിനിമയും ബാക്കിയെല്ലാം അന്യഭാഷാ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. അത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ. സിനിമയിലായിട്ടല്ല, തിയേറ്ററുകൾ കിട്ടുന്നില്ല, റൈറ്റ്സുകൾ വിൽക്കുന്നില്ല. റൈറ്റ്സുകൾ വിൽക്കാത്തതിന്റെ കാരണം പലതാണ്. ബിക്കോസ് ഈ പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകളുടെ ഡബിങ് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ അതും വാങ്ങിക്കുന്ന ചാനൽ മലയാളത്തിന്റെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗമാണ് അതിന് കൊടുക്കുന്നത്. അത് കൂടാതെയാണ് അത് ഇവിടെ വന്ന് റിലീസ് ചെയ്യുന്നത്. അത് കൂടാതെ എല്ലാ ലാംഗ്വേജ് സിനിമകളും ഇവിടെ വന്ന് റിലീസ് ചെയ്യുന്നു. ഇത് നമ്മൾ ഇപ്പം ഇതിനൊരു ക്യാപ്പ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് ലിസ്റ്റിനോട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയാനുള്ളത്. സന്ദീപുണ്ട്, കഴിഞ്ഞ കളക്ഷൻ നോക്കിയിട്ട്, കഴിഞ്ഞ ആർട്ടിസ്റ്റുകളുടെ കളക്ഷൻ നോക്കിയിട്ട് ഇവിടെ കളക്ഷൻ വരാത്ത ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇപ്പം RRR വരട്ടെ, PS1 വരട്ടെ, വിക്രം വരട്ടെ, അതൊന്നുമല്ല പറയണേ. പേര് പോലും അറിയാത്ത അല്ലെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റും ഇല്ലാത്ത നടന്മാരുടെ സിനിമകൾ എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്പർ ഓഫ് മൾട്ടിപ്ലക്സിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ക്രീൻസ് കൊടുക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ വേണം. മറാഠി സിനിമയും കന്നഡ സിനിമയൊക്കെ രക്ഷപ്പെട്ടത് ഇതുകൊണ്ട് മാത്രമാണ്. മറാഠി സിനിമകൾ കളിക്കാനായിട്ട് ബോംബെ തിയേറ്ററുകളിൽ സ്പെസിഫിക് പെർസെന്റേജ് ഉണ്ട്, ഇത്ര പെർസെന്റേജ് സിനിമകൾ കളിക്കണം. അതുകൊണ്ടാണ് മറാഠി സിനിമ നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ മലയാള സിനിമകൾ, കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല. ഒരു 6 മാസം ഇത് എല്ലാവരും, എനിക്കറിയാം, എല്ലാ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സും മലയാളത്തിൽ അവിടെ നിൽക്കട്ടെ, തെലുങ്കും തമിഴും കന്നഡയിലുള്ള അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള എല്ലാവരും പാൻ ഇന്ത്യൻ ആക്ടേഴ്സ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ മാർക്കറ്റിലും വരുമ്പോഴാണ് അവരുടെ റെമ്യൂണറേഷൻ. ഞാനൊരു പാൻ ഇന്ത്യൻ ആക്ടർ ആണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും മലയാളത്തിലും ഹിന്ദിയിലും മാർക്കറ്റ് വരുമ്പോഴാണ് അവരൊരു പാൻ ഇന്ത്യൻ ആക്ടർ ആവുന്നത്. ആ പാൻ ഇന്ത്യൻ ആക്ടർ ആവാനുള്ള ശ്രമത്തിലാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ആക്ടേഴ്സും. അതിന്റെ ഭാഗമായിട്ട് മലയാളത്തിലും അവർക്കൊരു മാർക്കറ്റ് വരാൻ വേണ്ടി ഇവിടെ അവര് തന്നെ, അതായത് ഇവിടെ 5ഓ 10ഓ സിനിമ പരാജയപ്പെട്ടാലും പ്രശ്നമില്ല, മുഖം പരിചയം ഉണ്ടാവണം, 10ാമത്തെ ചിലപ്പോൾ വർക്കാവും. അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന എന്താണ്, മലയാള സിനിമകള് ആരും കേറാത്ത സീസണുകളിൽ 5ഉം 10ഉം സിനിമകള് ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു. 10 സിനിമകൾ റിലീസ് ചെയ്ത ആഴ്ചകളുണ്ട്, ആരും ഒരു ഷോ പോലും നടക്കാത്തത്. ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പം മലയാള സിനിമ ഇറങ്ങുന്ന അതിന് ആള് കയറുന്നില്ല എന്ന് പറഞ്ഞ് തിയേറ്ററുകാർ കംപ്ലൈന്റ്. എന്താ കാരണം? തരുന്ന ഈ ഒരു കണ്ടന്റ് സിനിമകൾ, വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ നല്ല സിനിമകൾ എന്ന്
എനിക്കറിയാവുന്ന പല കാര്യങ്ങളും. തരുന്ന ഷോയുടെ ടൈം എപ്പോഴാണ്? രാവിലെ 9 മണി, 9:40, രാത്രി 10:30, 11 മണി, എന്നിട്ട് ഉച്ചയ്ക്ക് എന്നിട്ട് പറയുന്ന 3 ഷോ എന്ന് 3 ആളില്ലായിരുന്നു എന്നാ പറയണേ. എന്നിട്ട് ഷോ ടൈമിന് അടുത്ത ദിവസം എടുത്ത് മാറ്റുകയാണ്. ഒരു ആർട്ടിസ്റ്റ് ഇല്ലാത്ത സിനിമകൾക്ക് രാവിലെ 9 മണിക്ക് ആളുകൾ കുത്തിക്കയറാൻ മാത്രം എന്ന് വിചാരിച്ചാണോ തിയേറ്ററുകാർ? അല്ല, അതൊരു പ്രഹസനമാണ്. അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നേര് ഇറങ്ങിയതിന് ശേഷം ആട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. നല്ല സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. ഞാൻ കണ്ടതാണ്, നിങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. എന്തായി? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി. ഹോസ്റ്റലർ നന്നായി പോകുന്നു. ശരിയാണ്, ജയറാമേട്ടൻ മമ്മൂക്കൊക്കെ ഉള്ള വളരെ മിഥുൻ മാനുവൽ താമസിക്കുന്ന സിനിമയാണ്. അത് ഓടേണ്ട സിനിമ തന്നെയാണ്, മലയാള സിനിമയാണ്. അതിനോടൊപ്പം 4 or 5 അന്യഭാഷാ സിനിമകളാണ് വൻകിട ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും 80-90. അതെന്താ? പ്രഷറാണ്. ഈ സിനിമകൾ റിലീസ് ചെയ്യണം, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ വേറൊരു സിനിമ തരില്ല. അപ്പൊ അത് വളരെ തെറ്റായ ഒരു പ്രോസസ്സാണ്. കാരണം ഇതിൽ 1-2 സിനിമകൾ ഒഴിച്ച് ബാക്കി ഒന്നും ഇവിടെ മാർക്കറ്റുള്ള സിനിമകളല്ല, ആരും കാണാൻ പോകുന്ന സിനിമയൊന്നുമല്ല. പക്ഷേ ഇവർക്ക് അവിടെ പ്രൂവ് ചെയ്യണം, ഞങ്ങൾ ഇവിടെ റിലീസ് ചെയ്തു, എന്നാൽ മാത്രമേ അവരുടെ വൻകിട സിനിമകൾ ഇവിടെ കിട്ടിയുള്ളൂ. അത് തെറ്റാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? മലയാളത്തിലെ കണ്ടന്റ് സിനിമകൾക്ക് തിയേറ്ററുകൾ കിട്ടുന്നില്ല. ഞാൻ അനുഭവിച്ചാണ്. ഞാൻ ലിസ്റ്റിനോട് സംസാരിക്കുന്ന കാര്യമാണ്. കൽബ് എന്ന് പറയുന്ന സിനിമ, സാജിദിയുടെ സിനിമ, വളരെ നല്ല രീതിയിൽ ചെയ്ത സിനിമ. ഇവിടെ എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അതെന്റെ സിനിമ അതുകൊണ്ട് പറയല്ല. പക്ഷെ നാളെ ഉണ്ടാവാൻ പോകുന്ന ഒരു സാഹചര്യം ഒന്നും കൂടെ പറയാം. എനിക്ക് തന്നിരിക്കുന്ന ഷോർട്ട് ടൈം വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ ചോദിച്ചപ്പോൾ പറയണത് അത് പ്രഷറുണ്ട്, കാരണം അത് ഓടിയില്ലെങ്കിലും ഞങ്ങൾക്കത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയുടെ, അജിത്തിന്റെ, രഞ്ജിത് സാറിന്റെ, കമൽ സാറിന്റെ പണം കിട്ടുകയില്ല എന്നാണ്. അതെന്താണത്? അപ്പം അതായത് വീക്കെൻഡിൽ ഓടിക്കണം, തിങ്കളാഴ്ച തൊട്ട് തരാമെന്നാണ് പറയുന്നത്. അതെങ്ങനെ? തിങ്കളാഴ്ച തൊട്ട് വന്നിട്ട് എനിക്കെന്താ പ്രയോജനം? അല്ലെങ്കിൽ അപ്പൊ ഇത് ഞാൻ ഇന്ന് പ്രസ് കോൺഫറൻസിൽ ഇത് പറഞ്ഞപ്പോൾ എന്നെ 10-15ഓളം പ്രൊഡ്യൂസേഴ്സ് ആണ് വിളിച്ചത്. സാർ, നിങ്ങൾക്കെങ്കിലും പറയാമെന്ന്. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്. തിയേറ്റർ സംഘടനയായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ലിസ്റ്റിനോട്, നിങ്ങൾ ഒരു അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അപ്പം അത് ഏറ്റവും സുപ്രധാനമായ അസോസിയേഷൻ. അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. മലയാള സിനിമ, കണ്ടന്റ് സിനിമകൾക്ക് ഒരു ഷോ എങ്കിലും നല്ല ടൈമിൽ, ജനങ്ങൾ കാണാൻ വരുന്ന ടൈമിൽ ഷോ തന്നില്ലെങ്കിൽ ഈ ചർച്ച നമ്മൾ എവിടെ? ആളില്ല എന്ന് പറയുന്നു. രാവിലെ 9 മണിക്കും 10 മണിക്കും ഒക്കെ കൊച്ചു നല്ല സിനിമകൾ കാണാൻ ആളെങ്ങനെ പോകും? അത് വിചാരിക്കുന്നതല്ല, മണ്ടത്തരാണ്. അതൊരു പ്രഹസനമാണ്. അപ്പൊ ആ പ്രഹസനം നിർത്തിയിട്ട് കൊള്ളാവുന്ന സിനിമകൾക്ക്, മലയാള സിനിമകൾക്ക് ഒരു ക്യാപ്പ് വെച്ചിട്ട് ആളുകൾ കയറുന്ന സമയത്ത്, അതായത് വൈകുന്നേരം 5 മണിക്കും 9 മണിക്കും ഇടയിൽ നല്ലൊരു ടൈമിൽ ഒരു ഷോ കൊടുക്കണം. മറ്റുള്ളവരൊക്കെ കൊടുത്തോളൂ, വേണ്ടാന്ന് പറയുന്നത്. എല്ലാ സിനിമകളും കാണട്ടെ, എല്ലാ ലാംഗ്വേജും. ഇന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ചർച്ച ചെയ്യും, നല്ല സിനിമകൾ ഓടട്ടെന്നേ, ഇതും കൂടെ ചേർന്ന് ഓടട്ടെ. നമ്മളെല്ലാം നിലനിൽക്കുന്നത് മലയാള സിനിമ നിലനിൽക്കുന്നുണ്ടാണ്. മലയാള സിനിമയില്ലെങ്കിൽ ഈ കൂട്ടായ്മയില്ല, ഈ അസോസിയേഷനിൽ ചർച്ചയില്ല, ഒന്നുമില്ല. വളരെ എളുപ്പമാണ് എന്നെപ്പോലൊരു പ്രൊഡ്യൂസറിന് ഇതെല്ലാം, ഈ പരിപാടിയെല്ലാം നിർത്തിയിട്ട് പോയി അന്യഭാഷാ സിനിമകൾ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എനിക്ക് സ്ക്രിപ്റ്റ് നോക്കണ്ട, കോസ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, ഒന്നുമില്ല. നേരെ പോയിട്ട് എടുത്തുകൊണ്ട് വരിക, ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യുമ്പോൾ വീട്ടിൽ ഇരിക്കാം. അത് ചെയ്യാം. പക്ഷേ അതിനോടൊപ്പം നമുക്ക് കൊച്ചു സിനിമകൾ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ കണ്ടന്റ് സിനിമകൾ നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ ഞാൻ എൻ്റെ കൺസേൺ പറയുകയാണ്. ഞാനും അടുത്ത ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. ഞാനും വലിയ സിനിമകൾ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു, ആർട്ടിസ്റ്റ് സിനിമകൾ. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ടന്റ്, നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആയിരുന്നു എന്നും. നല്ല കണ്ടന്റ്, നല്ല കഥകൾ. ആർട്ടിസ്റ്റോ അതൊന്നുമില്ല ഇല്ലെങ്കിലും നമ്മൾ നല്ല കഥകൾ ഹിറ്റാക്കിയിരുന്നു. നമ്മൾ ചെയ്ത സിനിമകൾ 10 വർഷത്തിന് ശേഷം മറുഭാഷകളിൽ പോയിട്ട് ഹിറ്റായ ചരിത്രമുണ്ട് മലയാളത്തിൽ. അന്നും അത് ഹിറ്റാണ്. അപ്പൊ 10 വർഷത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന കഥകൾ ഉണ്ടാക്കിയ മലയാള സിനിമ ഇന്ന് നമ്മൾ തെലുങ്കും സിനിമയും തെലുങ്കും തമിഴും 10 വർഷത്തിന് മുമ്പ് എന്തായിരുന്നോ അതിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ്, ആക്ഷനും ഇതുമൊക്കെ വെച്ചു. അതിനൊരു എത്ര നാളത് ഓർമ്മിക്കപ്പെടും എന്ന് എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെയുള്ള സിനിമകൾ. അപ്പൊ നമ്മൾ നല്ല കണ്ടന്റ് സിനിമ ചെയ്യാം. ഞാൻ ഈ കൂട്ടായ്മയോട് പറയാനുള്ളത്, അധികം ദീർഘിക്കുന്നില്ല, ഈ കൂട്ടായ്മയോട് പറയാനുള്ളത് നല്ല സിനിമകളെ, മലയാള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് എല്ലാവരും. ഈ ഇൻഡസ്ട്രി നിലനിന്നാലും നമ്മൾ എല്ലാവരും ഉള്ളൂ.
അതുകൊണ്ട് ചർച്ചകൾ മലയാള സിനിമയിലേക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ചർച്ച ചെയ്യണം. നല്ല സിനിമകൾ പ്രൊമോട്ട് ചെയ്യണം. കുറവുകൾ ഉണ്ടാവാം, നമുക്ക് മറ്റുള്ള ലാംഗ്വേജുകളെ പോലെ ആവാനാവില്ല. നമുക്ക് ബഡ്ജറ്റുകളും റെസ്ട്രിക്ഷൻസും ഒരുപാടുണ്ട്. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യരുത്. നമ്മുടെ റെസ്ട്രിക്ഷൻസിന് ഉള്ളിൽ നിന്നുണ്ട്. നമുക്കിപ്പം ഇവിടെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞുള്ളവരെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ കൂട്ടായ്മകളാണ് ജെന്യൂൻ റിവ്യൂവേഴ്സ്, ജെന്യുവിൻ. അതൊരു തൊഴിലായി സ്വീകരിച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല സിനിമകൾ ഉണ്ടാക്കും, നല്ല സിനിമകൾ ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പെടുന്ന പാട് എനിക്കറിയാം. ഷെഫി എന്ത് പാടുപെട്ടാണ് ഈ പാട് ഇറക്കിയത്. എത്ര ഡിസ്കഷൻ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പം നമ്മള് ആകെ 52 ആഴ്ചയാണ് ഒരു വർഷം ഉള്ളത്. ഈ 52 ആഴ്ചയിൽ ഒരു പെക്യുലർ സ്റ്റേറ്റ് ആണ് നമ്മുടെ. മഴക്കാലമാണ് ഒരു 5 മാസം, പിന്നെ സ്കൂള്, പിന്നെ നോമ്പുകാലം, ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ആകെ കിട്ടുന്ന 32 ആഴ്ചയാണ്. ഈ 32 ആഴ്ചയിൽ വേണം അന്യഭാഷാ സിനിമകളും നമ്മുടെ സിനിമകളും വലിയ സിനിമകളും പാൻ ഇന്ത്യ സിനിമകളും എല്ലാം ഇറങ്ങാൻ. അതിന്റെ ഇടയ്ക്കൂടെയാണ് ഈ പണ്ട് 5 or 10 സിനിമകൾ, വലിയ അന്യഭാഷാ സിനിമകൾ വന്നിരുന്നിടത്ത് ഇന്ന് 40 or 50 സിനിമകൾ ഇവിടെ വന്ന് തിയേറ്റർ എടുക്കുകയാണ്. അപ്പം കണ്ടന്റ് സിനിമകൾ ഇല്ലാതാവുന്ന ഒരു കാലം വരുന്നതിന് മുമ്പേ ഇതിനൊരു ആക്ഷൻ എടുക്കണം. ലിസ്റ്റ് ഞാൻ ലിസ്റ്റിനോട് കൂടെ ചേർന്ന് തന്നെയാണ് പറഞ്ഞത്. സന്ദീപ്, ഇതിനൊരു ചർച്ച നമുക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രശ്നമായി പോയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സർ, വിജയ് സർ, പോലെ